നമസ്കാരം. ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നു. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പ്രതി സുകാന്ത് സുരേഷിന് ജാമ്യമില്ല. IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ സുഹൃത്തായിരുന്ന സുകാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സഹപ്രവർത്തകൻ സുകാന്ത് സുരേഷിനെ കേസിൽ പ്രതി ചേർത്തിരുന്നതിന് പുറകെയാണ് പ്രതി മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. ഈ ജാമ്യ ഹർജിയാണ് കോടതി തള്ളിയിരിക്കുന്നത്. പ്രതിക്ക് മുൻകൂർ ജാമ്യമില്ല. ആത്മഹത്യ, പ്രേരണക്കുറ്റം, ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതിക്ക് മേൽ പോലീസ് ചാർത്തിയിരിക്കുന്നത്. ഒളിവിലുള്ള സുകാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സുകാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥ പേട്ടയിൽ ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ട് 60 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. സഹപ്രവർത്തകനായ മലപ്പുറം സ്വദേശി സുകാന്തുമായുള്ള ബന്ധത്തിലുണ്ടായ തകർച്ചയാണ് മകളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. അതേസമയം 2 ദിവസങ്ങൾക്ക് മുൻപ് IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ നിർണായക തെളിവുകൾ പോലീസ് വീണ്ടെടുത്തിരുന്നു. ആത്മഹത്യ ചെയ്യുന്നത് എന്ന യുവതിയോട് സുകാന്ത് ടെലഗ്രാം ചാറ്റിൽ ചോദിക്കുന്ന ഭാഗങ്ങളാണ് പോലീസ് വീണ്ടെടുത്തത്. ആഗസ്റ്റ് 9 മരിക്കുമെന്നാണ് യുവതി മറുപടി നൽകുന്നത്. മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കുന്നതിനായി ഒഴിഞ്ഞു തരണമെന്നും സുകാന്ത് പറയുന്നതും പോലീസ് കണ്ടെടുത്ത ചാറ്റിലുണ്ട്. ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് ശക്തമായ തെളിവാണ് ചാറ്റെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. സുകാന്തിന്റെ ഫോൺ വീണ്ടും വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. എനിക്ക് നിന്നെ വേണ്ടെന്നും നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റൂവെന്നും സുകാന്ത് ടെലഗ്രാം ചാറ്റിൽ പറയുന്നുണ്ട്. എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ലെന്ന യുവതിയുടെ മറുപടിയുമുണ്ട്. നീ പോയി എന്ന് ചാകുമെന്നും സുകാന്ത് നിരന്തരം ചോദിക്കുന്നുണ്ട്. ഇതിനൊടുവിലാണ് ആഗസ്റ്റ് 9 മരിക്കുമെന്ന് യുവതി മറുപടി നൽകുന്നത്. ഫെബ്രുവരി 9 സംഭാഷണം നടന്നതെന്നാൽ ഈ ചാറ്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ഇതാണ് പോലീസ് വീണ്ടെടുത്തത്. കേസിൽ പ്രതി സുകാന്ത് സുരേഷ് ഇപ്പോഴും ഒളിവിലാണ്.